നമസ്തേ. SNDP യോഗത്തിൻ്റെ വകയായ ഒരു ക്ഷേത്രത്തിൽ വഴിപാടുകളുടെ കൂട്ടത്തിൽ പുരുഷ സൂക്തം അർച്ചന 50 രൂപ എന്നൊരു വഴിപാട് കണ്ടു. ഇത് ഡോക്ടറേറ്റ് ബിരുദധാരിയായ ഒരു ചെറുപ്പക്കാരന് ഇഷ്ടമായില്ല. അദ്ദേഹം അത് നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണ്ടത്. അത് SNDPക്കാർക്ക് ഈഴവർക്ക് ഈ പുരുഷ സൂക്തം അർച്ചന നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം പുരുഷ സൂക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ജാതികളെ ഉയർത്തിക്കാട്ടുന്ന ഒരു സൂക്തമാണ്. സായണാചാര്യർ പുരുഷ സൂക്തത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ബ്രാഹ്മണവസ്യ മുഖമാസീത് എന്ന 12ാം മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്തെ സായണാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട വിശിഷ്ട പുരുഷന്മാർ ഈ പ്രജാപതിയുടെ മുഖത്ത് നിന്നുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. ഇത് നമ്മുടെ ചെറുപ്പക്കാർ അതേപടി അംഗീകരിച്ചു. അതേപടി അദ്ദേഹം പറയുകയാണ്, സായണാചാര്യൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, പിന്നെ എന്ത് ചോദ്യം, അത് സത്യമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ബ്രാഹ്മണ ജാതി പ്രജാപതിയുടെ വായിൽ നിന്നുണ്ടായി, ഇതാണ് സായണാചാര്യൻ പറയുന്നത്. അതുപോലെ ക്ഷത്രിയൻ കൈകളിൽ നിന്നുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഈ രീതിയിലാണ് സായണാചാര്യൻ്റെ വ്യാഖ്യാനം. ഇതിനെ പ്രമാണമായി എടുത്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടറേറ്റ് ബിരുദധാരി ജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈഴവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈഴവർ ഇതൊന്നും എടുക്കാൻ പാടില്ല. ബ്രാഹ്മണ ജാതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ പുരുഷ സൂക്തത്തെ നിങ്ങൾ അർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ കാതൽ. എന്നാൽ സംസ്കൃത പണ്ഡിതന് വേദാന്തത്തിൽ ഡോക്ടറേറ്റുള്ളയാളുമായ ഈ മാന്യദേഹം ബ്രാഹ്മണോ അസ്യ മുഖമാസീത് എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സായണാചാര്യനെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംസ്കൃത വാക്യമാണ്, വളരെ ലഘുവായിട്ടുള്ളത്, വളരെ ലളിതമായിട്ടുള്ളത്. ആർക്കും ഒരു സംസ്കൃതത്തിൻ്റെ ബാലപാഠം മാത്രം അറിയാവുന്ന ആർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. ബ്രാഹ്മണോ അസ്യ മുഖമാസീത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രാഹ്മണൻ അവൻ്റെ മുഖമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല മുഖത്തിൽ നിന്നുണ്ടായതെന്നുള്ളതല്ല. സായണാചാര്യൻ അങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ ഈ സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഡോക്ടറേറ്റ് ബിരുദധാരിയായിട്ടുള്ള ആൾ എങ്ങനെ തയ്യാറായി എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. എന്തിനു തയ്യാറായി? ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു വാട്സാപ്പ് മെസ്സേജ് കൊടുത്തിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി. അതായത് ആചാര്യന്മാരെ ആശ്രയിക്കാതെ പിന്നെ എങ്ങനെയാണ് വേദമന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആചാര്യന്മാർ, എൻ്റെ വാദം ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാരെ ആശ്രയിക്കാം, ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളെ നമുക്ക് പിന്തുടരാം. പക്ഷേ അത് ഒരു ഗൈഡായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ച് സ്വീകാര്യമാണെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് എൻ്റെ വാദം. അതാണ് ശരിയെന്നുമാണ്. അത് ഞാൻ ഈ ഭഗവത്ഗീതയിലും അതുപോലെ തന്നെ തൈത്തിരീയ ഉപനിഷത്തിലുമൊക്കെ നമുക്ക് ഋഷിമാർ നൽകുന്ന പാഠം അതാണ്. അല്ലാതെ ഇത് കേൾക്കുന്ന ഉടനെ ആചാര്യന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് പരമപ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് നാട് മുഴുവൻ വിളമ്പി നടക്കാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ വിജ്ഞാനം അത് മൃതമായി പോയേനെ, അത് ഡൈനമിക് ആകത്തില്ല, സ്റ്റേഷനറി ആയി. എവിടെങ്കിലും നിൽക്കുന്ന നിപ്പിൽ തന്നെ നിൽക്കും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏതോ ആചാര്യനും പറഞ്ഞ കാര്യം അതുപോലെ തന്നെ വ്യാഖ്യാനിച്ച് അതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശിഷ്യന്മാരുടെ പരമ്പരയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ഓരോ തലമുറയിലും ആചാര്യൻ പറഞ്ഞത്, ഏത് തലമുറയിൽപ്പെട്ടതായാലും ആചാര്യൻ പറഞ്ഞു, ഇനി ശങ്കരാചാര്യരായാലും സായണാചാര്യരായാലും മാധവ ആചാര്യരായാലും ഞാനായാലും രാമാനുജാചാര്യായാലും ഏത് ആചാര്യനായാലും ശരി, ഇനി ദൈവമാണെങ്കിലും നമുക്ക് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും
സ്വീകാര്യമല്ലാത്ത ഒരു കാര്യം, അതിന് അതിന് യോജിക്കാത്ത ഒരു കാര്യം നമ്മൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ ആചാര്യന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവയിൽ നിന്ന് ഏറ്റവും യുക്തമായിട്ടുള്ള കാര്യങ്ങൾ, യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ബാക്കി നമ്മൾ ഉപേക്ഷിക്കണം. ഇപ്പോൾ ആചാര്യന്മാർ തന്നെ, ശങ്കരാചാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി. അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ വ്യാഖ്യാനങ്ങളുടെ ആവശ്യം എന്താണ്? അദ്ദേഹം വ്യാഖ്യാനങ്ങൾ എഴുതേണ്ട കാര്യമില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അതായത് ഗുരു പറഞ്ഞതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിന് പറയാനുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മളതുപോലെ സ്വീകരിക്കണമെന്നില്ല. മുഴുവനും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറയുന്നത് അപ്പടി സ്വീകരിക്കുക എന്നുള്ളതല്ല. ഗുരു പറയുന്നതിന് ഒരു അതൊരു ലൈറ്റ് മാത്രമാണ്, ഒരു തീക്കൊള്ളി മാത്രമാണ്. നമ്മൾ അത് ഉരച്ച് നോക്കണം. ക്ലിയറായിട്ട് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള, യുക്തിസഹമായിട്ടുള്ള, നമ്മുടെ പഠിപ്പിനും നമ്മുടെ ലോകപരിചയത്തിനും യോജിക്കുന്ന തരത്തിലുള്ള യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാവൂ. അല്ലെ ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി പിന്നെ ഒന്നും നോക്കാനില്ല എന്ന് പറയുന്നവൻ ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ സംഭവിച്ചിട്ട് പോയിട്ടുള്ള ഈ അപജയത്തിന് കാരണം ഇതുപോലുള്ള ആൾക്കാരാണ്. അവരെല്ലാം ഏതെങ്കിലും ഒരു ആചാര്യനോ അല്ലെങ്കിൽ വേറെ ഒരു ഇംഗ്ലീഷുകാരനോ ഒരു പ്രൊഫസറോ അതുപോലെ ഇവിടെ തന്നെയുള്ള ആരെങ്കിലുമോ പറയുന്ന കാര്യങ്ങൾ അപ്പടിയും എടുക്കുകയാണ്. ഇന്ന ആൾ ഇന്നതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആൾ ഇങ്ങനതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതാണ് ഇങ്ങനെ മനസ്സിലാകുന്നത്. തീർന്ന് PhD ഒന്ന് ഉറപ്പ്. ഇതാണ് നമ്മുടെ ഈ സർവകലാശാലകൾ നമ്മുടെ വിജ്ഞാന സമ്പത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. വെറുതെ ഡിഗ്രി എടുക്കാനും PhD എടുക്കാനുമായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഏതെങ്കിലും മനുഷ്യനും ഒരു പ്രയോജനമില്ലാത്ത ഇവിടുത്തെ കാര്യങ്ങളിലാണ് അവർ ഗവേഷണം നടത്തുന്നത്. എന്താണ് ഇവിടുത്തെ താന്ത്രിക വിദ്യയിൽ, കേരളത്തിലെ താന്ത്രിക വിദ്യ, അതിലാണ് ഒരാളുടെ ഡോക്ടറേറ്റ്. എന്നിട്ട് അയാൾ അതും വെച്ചുകൊണ്ട് വന്ന് നടന്ന് ഇവിടെ ഈഴവർ ഹിന്ദുക്കളല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രീനാരായണഗുരുവിൻ്റെ വേദാന്ത സൂത്രം, വേദാന്തത്തെ എങ്ങനെ തിരുത്തി എഴുതി, പൊളിച്ചെഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നല്ല കാര്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഉപനിഷത്തുകളിലെ തത്വങ്ങളാണെന്നെങ്കിലും ഒരു ബോധം വേണം. ആ തത്വങ്ങൾ എടുത്തിട്ട്, അല്ലാതെ ബാദരായണൻ്റെ സൂത്രങ്ങളല്ല ഈ വ്യാഖ്യാനിക്കുക, അതുമായിട്ടല്ല തട്ടിച്ചു നോക്കേണ്ടത്. ബാദരായണൻ്റെ സൂത്രം എന്ന് പറയുന്നത് ഒരു ഷഡ്ദർശനങ്ങളിൽ ഒന്ന് മാത്രമാണ്. വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളുടെ അവസാന ഭാഗമായ ഉപനിഷത്തുകളിലെ തത്വങ്ങളാണ്. ആ തത്വങ്ങൾക്ക് എത്രത്തോളം യോജിക്കുന്നു, ഈ ഷഡ്ദർശനങ്ങളുടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് തന്നെ അത് അങ്ങനെയാണ്. ഈ ഉപനിഷത്ത് തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സ്വീകാര്യമല്ല. ആ ഉപനിഷത്ത് തത്വങ്ങൾ തന്നെയോ നമ്മൾക്ക് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിശോധനയിൽ യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും നിരക്കുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. തൈത്തിരീയ ഉപനിഷത്ത് ഞാൻ പറഞ്ഞില്ലേ, ഗുരു ശിഷ്യനോട് പറയുകയാണ്, ആശ്രമ ജീവിതം കഴിഞ്ഞ് പുറത്തേക്ക്, വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ശിഷ്യനോട് ഗുരു പറയുകയാണ്, ഞങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നീ അനുസരിക്കേണ്ടതില്ല, നീ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെ അനുസരിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ നീ വിമർശന ബുദ്ധിയോടെ കാണണം, അതിൽ സ്വീകാര്യമായവ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പറയുന്ന ഒരു ഋഷി വര്യന്മാരെടുക്ക് നമ്മൾ എന്നിട്ട് ഗുരു പറഞ്ഞു ഞങ്ങളതെല്ലാം സ്വീകരിച്ചു, ഇങ്ങനെ ന്യായീകരിക്കാൻ പാടുണ്ടോ? സായണാചാര്യൻ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ അത് അപ്പടി സ്വീകരിക്കാമെന്നോ? ഒരു സാധാരണ മനുഷ്യനും കണ്ടുപിടിക്കാമെന്ന് സംസ്കൃതത്തിൻ്റെ ബാലപാഠം അറിയുന്ന ഒരാളിനെ കണ്ടുപിടിക്കാം, ബ്രാഹ്മണൻ അവൻ്റെ മുഖമായിരുന്നു എന്നുള്ള മനുഷ്യ ശിക്ഷയുടെ കാര്യം പറയുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു ചോദ്യമുണ്ട്, മനുഷ്യനെ ഏതെല്ലാം രീതിയിലാണ് അവൻ്റെ ശരീരത്തെ കൽപ്പന ചെയ്തത്? അവൻ്റെ ശരീരത്തെ കൽപ്പന ചെയ്ത് ഏതെല്ലാം രീതിയിലാണ്? മുഖം എങ്ങനെയാണ്? അപ്പം അങ്ങനെ അതിനുള്ള ഉത്തരവായിട്ടാണ് പറയുന്നത്, മുഖം ബ്രാഹ്മണനായിട്ടാണ് കൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഓരോന്നും. അപ്പം അതിനെയാണ് ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായി എന്ന് പറയുന്നത്.
ഇത് ഈ ദുർവ്യാഖ്യാനത്തെ ആളുകൾ എന്തിനു സ്വീകരിക്കുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ദുർവ്യാഖ്യാനത്തെ പരമ്പരാഗതമായിട്ട് പ്രചരിപ്പിച്ചു വരികയാണ്. ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായി, വൈശ്യൻ തുടകളിൽ നിന്നുണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഈ കഥ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുക്ക പറഞ്ഞപ്പോൾ അത് ഈ ഡോക്ടറേറ്റുകാരൻ പറഞ്ഞു തരുന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അടുക്ക ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായെന്ന് പറഞ്ഞപ്പം ശ്രീനാരായണ ഗുരു ചോദിച്ചത്രേ, അത് പുറത്തു നിന്നായിരുന്നെങ്കിൽ വളരെ എളുപ്പമാകത്തില്ലായിരുന്നു. ഇത് ഒരു തമാശയായിട്ട് അദ്ദേഹം ചോദിച്ചായിരിക്കും. കൈകളിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ശ്രീനാരായണ അങ്ങനെ പ്രതികരിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ സംസ്കൃതം നല്ലോണം അറിയാവുന്ന അദ്ദേഹം ആരെങ്കിലും ഒരു ആചാര്യൻ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ പുറകെ പോകത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തമാശ പറഞ്ഞത്, പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണ് പുറത്തു നിന്നതെങ്കിൽ. അപ്പം അങ്ങനെ ഉണ്ടായെന്നുള്ളതല്ല, ഇത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇത് ഞാൻ ഈ ഡോക്ടറേറ്റുകാരൻ്റെ അടുക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഏതെങ്കിലും ഒരു ആചാര്യനെ ആശ്രയിക്കാതെ എങ്ങനെ വേദം പഠിക്കുക എന്നുള്ള രീതിയിലാണ് അത്. ഞാനും ഒരു ആചാര്യനെയാണ് പിന്തുടരുന്നതെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈഴവർ ഇതല്ല, ഹിന്ദുക്കളല്ല, നമുക്ക് അവരുടെ മതമൊന്നും നമുക്ക് പിടിക്കത്തില്ല, ഇതാണ് അതിനകത്തുള്ളത്. പിന്നെ ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പം പുതിയ കുറേ ആൾക്കാർ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഹിന്ദുക്കൾ വ്യാഖ്യാനിച്ച് ആളുകളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്നും ഈ ഡോക്ടറേറ്റുകാരും പറയുന്നു. ബ്രാഹ്മണൻ എന്നുള്ളത് പുതിയതായിട്ട് ആരും വ്യാഖ്യാനിച്ചുണ്ടാക്കിയതല്ല. അത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3:8-10 പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനിയായിട്ട് ഇവിടുന്ന് പോകുന്നവനാണ് ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനം നേടിയവനാണ് ബ്രാഹ്മണൻ എന്നാണ് ആ ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നത്. ബ്രാഹ്മണൻ്റെ മക്കൾ ബ്രാഹ്മണനാകണമെന്നില്ല എന്നുള്ളതാണ് ചാന്തോക്യ ഉപനിഷത്ത് 6:1 പറയുന്നത്. ഇതൊന്നും ആരും ഇപ്പം പുതിയതായിട്ട് വ്യാഖ്യാനിച്ചുണ്ടാക്കിയതല്ല. ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സൗമനസ്യം, ഒരു സന്മനസ് ഇവരൊക്കെ കാണിക്കണം. ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ശ്രീനാരായണ ഒരു പ്രത്യേക ഒരു മതം ഉണ്ടാക്കി, ഹിന്ദുമതം നമുക്ക് വേണ്ട, നമ്മൾക്ക് ഹിന്ദുമതത്തിൽ വിശ്വസിക്കാൻ പാടില്ല, അതിൻ്റെ ആചാരങ്ങളുടെ പുറകെ പോകാൻ പാടില്ല, പുരുഷ സൂക്തം ചൊല്ലി നമ്മൾ അർച്ചന നടത്താൻ പാടില്ല. പുരുഷ സൂക്തം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ ചൈതന്യമാണ് അതിനകത്ത് പുരുഷൻ. ആ പുരുഷൻ്റെ കാര്യം ഈ ഗീതയിലും പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ 13 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളിൽ അത് തന്നെയാണ് പറയുന്നത്. ആ പുരുഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഇതൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ? ശ്രീനാരായണ ഗുരു പ്രത്യേക ഒരു മതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഹിന്ദു മതത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുമില്ല. ആദ്യകാലത്ത് SNDP പ്രചാരകർക്ക് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം ഹിന്ദുമതത്തിലെ ശുദ്ധമായ തത്വങ്ങൾ പഠിപ്പിക്കണമെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ കൃതികളെല്ലാം ഹിന്ദുമത തത്വങ്ങളാണ്, ഉപനിഷത്ത് തത്വങ്ങളാണ്. അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആധുനിക ലോകത്ത് അദ്ദേഹം ഈ ഉപനിഷത്ത് തത്വങ്ങളെ പുനരാഖ്യാനം ചെയ്തു, അതിൻ്റെ പ്രകാശം നാടിൽ പ്രസരിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായത്. നമുക്ക് നവോത്ഥാനം വേറെ എവിടുന്ന് ഇറക്കുമതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ പുസ്തകങ്ങളിൽ തന്നെ അത് ഇങ്ങനെ ഉണ്ട്. അത് കുറേ ആൾക്കാർ കൈവശപ്പെടുത്തി ദുർവ്യാഖ്യാനം ചെയ്ത് ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ചതാണ്. അവിടെ നിന്ന് അതിനെ വീണ്ടെടുത്ത് അതിൻ്റെ പ്രകാശം പൊതുജനങ്ങൾക്കായിട്ട്, സാമാന്യ ജനങ്ങൾക്കായിട്ട് പ്രസരിപ്പിച്ച മഹാമനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. അതാണ് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായതും അതുപോലെ തന്നെ ചരിത്രപരമായതുമായ പ്രസക്തി. അതുകൊണ്ടാണ് അദ്ദേഹം ബഹുമാന്യനാകുന്നത്, അല്ല പുതിയ മതം സൃഷ്ടിച്ചതിനല്ല. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു, ഒരു കുഴപ്പമില്ല. ഡോക്ടറേറ്റ് ഉള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ പറയുന്നതൊക്കെ തത്വവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ഹിന്ദു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉപനിഷത്തുകളിലും ഗീതയും പറയാത്ത കാര്യങ്ങളാണ്
നിങ്ങൾ രാമായണവും മഹാഭാരതവും ഒക്കെയാണ്, നിങ്ങൾ പുരാണങ്ങളൊക്കെ തെണ്ടി പോവുകയാണ്. അവിടെങ്ങും അല്ല. തത്വങ്ങളുള്ളത് ഉപനിഷത്തുകളിലുണ്ട്, ഗീതയിലുണ്ട്. അതിനെക്കുറിച്ച് പറ. അതിലുള്ള തത്വങ്ങൾ ഇന്ന തത്വങ്ങൾ കൊള്ളത്തില്ല. അതിൽ തന്നെ തത്വങ്ങൾ വേണം. ചില ഉപനിഷത്തുകളിൽ തത്വങ്ങളല്ലാത്ത ചില ഭാഗങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ബ്രാഹ്മണങ്ങളിൽ നിന്നും ആരണ്യങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ചില ഉപനിഷത്തുകളുണ്ട്. ബൃഹദാരണ്യം, ചാന്തോക്യമൊക്കെ ആ കൂട്ടത്തിൽ വരുന്നതാണ്. അവിടെ ഈ തത്വപ്രസ്താവനകളല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾ സ്വീകരിക്കണ്ട. നിങ്ങൾ അത് ഞാൻ ആദ്യം പറഞ്ഞു, ഒരേ ഒറ്റ മാനദണ്ഡേ ഉള്ളൂ. നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ, തത്വങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തത് തള്ളിക്കളയുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മനുസ്മൃതിയിലെ ഒരു ശ്ലോകം ചോദിച്ചു. വിഷാദപി അമൃതം ഗ്രാഹ്യം ബാലാദപി സുഭാഷിതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അതുപോലെ തന്നെ വേറെ യോഗവാസിഷ്ടത്തിൽ അതുപോലെ ഒരെണ്ണമുണ്ട്. ഒരു യുക്തിയുക്തം ഉപാധേയം ഭജനം ബാലകാദപി അന്യത് തൃണവത്യാജ്യം അപ്യുക്തം ബ്രഹ്മജന്മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മാവ് പറഞ്ഞാലും യുക്തിയുക്തമല്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് അവിടെ യോഗവാസിഷ്ടത്തിൽ ശ്രീരാമനെ വസിഷ്ഠൻ ഉപദേശിക്കുകയാണ്. ബാലനാണെങ്കിലും യുക്തിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കണം. ഈ സന്ദേശത്തോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം.